back to Xylem Learning. So, അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ദി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി വന്നിരിക്കുകയാണ്. സോ ആസ് യൂഷ്വൽ ഞാൻ വളരെ ഷാർപ്പ് ടൈമിൽ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഷാർപ്പ് ടൈമിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ കുറേ പേര് ഇനി വരാനുമുണ്ട്. അവരെല്ലാവരും ഒന്ന് വരട്ടെ. അടിപൊളിയായി തകർത്തടിച്ച് ആർമാദിച്ചും ഉല്ലസിച്ചും എന്താ പറയുക പാട്ട് വേണ്ട ഓക്കെ ഒരിക്കൽ പാടിയതിന് ക്ഷീണം എനിക്ക് തന്നിട്ടില്ല. എനിവേ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. I will very happy to meet you all again. Okay, നിങ്ങൾ എല്ലാവരും വീണ്ടും കണ്ടതിൽ സന്തോഷം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എൻ്റെ പൊന്ന് മിസ്സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വീണ്ടും കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കുത്തല്ലേ. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേറെ നമ്മളുള്ള ബന്ധം അതിൽ വേറെ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടതിൽ എല്ലാവരെയും സന്തോഷം. സോ എല്ലാവർക്കും തിരിച്ച് എന്നെ കണ്ടതിൽ വളരെ സന്തോഷമാണെന്ന് ഞാൻ തന്നെ പറയുകയാണ്. എൻ്റെ പേരിലും സൈലത്തിൻ്റെ പേരിലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. വെറുതെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ട്രോളുകൾ ഏറ്റുവാങ്ങുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ കണ്ടതിൽ വളരെ സന്തോഷമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളിവിടെ കമൻറ്റ് ബോക്സിൽ എന്തിടുന്നത്, നിരന്തരമായിട്ട് എന്തിടുന്നത്, ഹാർട്ടുകൾ ഇടുന്നത്. അപ്പോൾ കുറച്ച് എന്ത് ചെയ്യൂ, അതൊന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ഹാർട്ടൊക്കെ ഇടുക, കുറച്ച് തീയൊക്കെ ഒന്ന് കത്തിക്കാം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. നമ്മൾ +1 പബ്ലിക് എക്സാം കഴിഞ്ഞതിന് ശേഷം ഇന്നാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത് കാണുന്നത്. എനിവേ സോ ഹാപ്പി ടു മീറ്റ് യു ഓൾ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, വരൂ. നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു പാഠമാണ് പഠിക്കാനുള്ളത്. ദാറ്റ് യു ഗൈസ് നോ, നിങ്ങൾക്ക് അറിയാം അല്ലേ എന്താണ് ദി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പാഠം, റൈറ്റ്? സ്ലൈഡ് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. എവറിത്തിങ് വിൽ ബി അവൈലബിൾ, എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യൻ ആർമി മോട്ടിവേഷൻ നിറച്ച് എനിക്ക് ഹാർട്ട് ഇട്ട് തരുന്നുണ്ട്. അതെനിക്കൊരു പാരലപ്പിനുള്ള ഹാർട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വല്ലാണ്ട് ഹാർട്ട് ഇടുന്നവരൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കണം. ഓക്കെ, എനിവേ എല്ലാവരും എൻ്റെ എന്താണ് നമ്മുടെ ഡാൻസിങ് ആ ഒരു ഇമോജിയൊക്കെ ഇടുന്നുണ്ട്. എനിവേ ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റായിട്ടിരിക്കുക, റെഡി ആയിട്ടിരിക്കുക. വളരെ ഷോർട്ട് ടൈമാണ് നമുക്കുള്ളത്. ആ ഷോർട്ട് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാപ്റ്റർ നമ്മളോട് അരച്ച് കലക്കി എന്താണ് സത്താക്കി നമ്മളിവിടെ പഠിക്കാൻ പോവാണ്. ഓരോ പോയിന്റ്സും എന്താണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങളോട് പറയാറുണ്ട്, മക്കളെ ലാംഗ്വേജ് ആണ്, നിങ്ങൾ അത് എന്ത് ചെയ്യരുത്, നിസ്സാരമാക്കി കാണരുത്. ഞങ്ങൾ പണ്ട് പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നു, ലാംഗ്വേജിൽ നിങ്ങൾ പുച്ഛിക്കരുത്. ഡോണ്ട് പുച്ഛിക്കൽ, ഡോണ്ട് അൽ പുച്ഛിക്കൽ. ഓക്കെ, ലാംഗ്വേജ് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കാരണം നമ്മളാരും വി ആർ നോട്ട് നേറ്റീവ് സ്പീക്കേഴ്സ്, നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും എന്താവും, അത് ചിലപ്പോൾ നമുക്ക് ലാംഗ്വേജിൽ ഫ്ലുവൻസ് ഇല്ലാത്തതുകൊണ്ട് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സും കാര്യങ്ങളും കാരണം നമ്മുടെ മാർക്ക് പോകും. അപ്പോൾ ഇനി അങ്ങനെ വരാൻ പാടില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് മാത്രമാണ്. അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ആൻസർ കീ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഞങ്ങൾ എപ്പോഴും തന്നിട്ടുണ്ട്. ഇന്നും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പാഠം എന്താണ്, നമ്മൾ ദ ഹോൾ സമ്മറി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ അതിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമ്മൾ ആദ്യം പഠിക്കും. എന്താണ് ഈ ചാപ്റ്റർ, എന്താണ് ഇതിൻ്റെ തീം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പാഠത്തിൻ്റെ തീം എന്താണെന്ന് അറിയാതെ പരീക്ഷയ്ക്ക് നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ച് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്താണ് ഒഴിച്ചുകൂടാൻ പറ്റുക. നമ്മളിപ്പോൾ പറയുക ഇൻസ്റ്റാഗ്രാമിനെ സംബന്ധിച്ച് എന്താ നമ്മൾ പറയും, റീൽസ് എന്താണ് ഒഴിച്ചുകൂടാൻ പറ്റുന്നതാണ്. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഇൻസ്റ്റാഗ്രാമിനെ സംബന്ധിച്ച് റീൽസ് ഇല്ലാത്തതുപോലെ അൽഫാമിനെ സംബന്ധിച്ച് മയണൈസ് ഇല്ലാത്തതുപോലെ നിങ്ങൾക്കറിയാലോ എന്നും ഫുഡാണ് എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന്. സോ വി ആർ ഗോയിങ് ടു ബിഗിൻ ദാറ്റ് ഇമ്പോർട്ടൻറ്റ് തീം ഓഫ് ദി ലെസൺ. ഇവിടെ ചോദിക്കുന്നത് ഡിസ്കോഴ്സസ് എന്ന് പറയുമെന്ന്. ഡിസ്കോഴ്സസ് മാത്രം നമ്മൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മൾ ഡിസ്കോഴ്സസിലേക്ക് പോകുന്നതിന് മുൻപ് ആക്ച്വലി വാട്ട് ഈസ് ദ ചാപ്റ്റർ, എന്താണ് ആ പാഠം, ആ പാഠത്തിൽ എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിയണം. പാഠം അറിയാണ്ട് നമ്മൾ വെറും ചോദ്യത്തിന് എന്ത് ചെയ്ത് പഠിച്ചിട്ട് പോരുത്. അപ്പോൾ ആദ്യം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ആ ചാപ്റ്ററിൻ്റെ ഒരു എന്താണ് ബ്രീഫ് സമ്മറി. അതിനുശേഷം ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങ് ഡിസ്കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, സെറ്റായിട്ടിരിക്കുക. ഒന്ന് ഞാൻ തുടങ്ങട്ടെ. ഇമ്പോർട്ടൻറ്റ് തീംസ് ഓഫ് ദി ലെസൺ. നിങ്ങൾ ഒരു പെണ്ണെടുത്ത് ഇതൊന്ന് എഴുതി വെക്കുക. ടെക്സ്റ്റിലായാലും വേണ്ടിയില്ല, നിങ്ങളെ ഐപാഡിലായാലും വേണ്ടിയില്ല, മൊബൈലിലായാലും വേണ്ടിയില്ല, നിങ്ങളുടെ ലവ് ലെറ്ററിലായാലും വേണ്ടിയില്ല, എവിടെയായാലും വേണ്ടിയില്ല, നിങ്ങളിതൊന്ന് എഴുതി വെച്ചാൽ മതി. ബാത്റൂമിൻ്റെ വാളിലായാലും എനിക്ക് പ്രശ്നമില്ല. കാരണം നമ്മളൊക്കെ PSCക്ക് പഠിക്കുമ്പോൾ ബാത്റൂമിലൊക്കെ പലതും ഒട്ടിച്ചിട്ടുണ്ട്. പലതും മീൻസ് ഉത്തരങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് തെറ്റിദ്ധരിക്കേണ്ട. സോ നോക്കൂ, ഇമ്പോർട്ടൻറ്റ് തീംസ് ഓഫ് ദി ലെസൺ. ഓക്കെ, നോക്കൂ എന്താണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ബോണ്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. നമ്മൾ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ കാണുന്നതാണ് മനുഷ്യബന്ധങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു കണക്ഷൻ, ആത്മബന്ധം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പാഠത്തിൽ കാണുന്നുണ്ട്. റോൾ ഓഫ് ഹോപ്പ് ഫോർ ടുമാറോ, നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രതീക്ഷ. ഓക്കെ, റോൾ ഓഫ് ഹോപ്പ് ഫോർ ടുമാറോ, നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതീക്ഷ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്താണ് ഹോപ്പ് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണ്. എല്ലായിടവും നിങ്ങളും ഞാനും ഒക്കെ പ്രതീക്ഷകൾ വെച്ചിട്ട് പോകുന്നവരാണ്. സോ ഹോപ്പ് ഫോർ ടുമാറോ എന്നുള്ള ഒരു തീം എന്തുണ്ട് നമ്മുടെ ഈ പാഠത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം, നാളെ അവരൊരാളെ കാണും, അല്ലെങ്കിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയുമായിട്ട് എന്ത് ചെയ്യാണ് മാഗിയുടെ അമ്മയിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കി നിങ്ങളെ
നെക്സ്റ്റ് നോക്കൂ, ഇൻഫ്ലുവൻസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സൂപ്പർസ്റ്റിഷൻ. ഇൻഫ്ലുവൻസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സൂപ്പർസ്റ്റിഷൻ നമുക്കറിയാം, എസ്പെഷ്യലി എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിശ്വാസം എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ എന്താണ് സൂപ്പർസ്റ്റിഷൻസ്, ഈ അന്ധവിശ്വാസവും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻഫ്ലുവൻസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സൂപ്പർസ്റ്റിഷൻ എന്ന് പറയാൻ എന്താ, വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും നമ്മുടെ മേലുള്ള ഇൻഫ്ലുവൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം മനുഷ്യനെ വിശ്വസിക്കണം, എത്രത്തോളം ഒരു മനുഷ്യൻ അന്ധവിശ്വാസം കീപ്പ് ചെയ്യുന്ന എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റ് നിങ്ങൾ എവിടെയാണോ, ബുക്കിലാണോ, നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഐപാഡിലാണോ, ഐപോഡിലാണോ, വേറെ ഇറ്റ് ഈസ് എന്താ നിങ്ങൾ നോട്ട് ചെയ്യാൻ നിർബന്ധമായിട്ട്. യു നോട്ടഡ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ ഈ 3 പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് മിസ് പോവുകയാണ്. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ പ്രഭത് കുമാർ മുഖോപാധ്യായ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആരാണ് ഈ കഥ എഴുതിയെന്ന്, ഏതൊരു നല്ല മനുഷ്യരാണ്. എല്ലാവരും ഇപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ നല്ലവരാണെന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ലൊരു മനുഷ്യൻ, എന്നെപ്പോലെ തങ്കപ്പെട്ട സ്വഭാവമുള്ള പ്രഭത് കുമാർ മുഖോപാധ്യായാണ് ആര് എഴുതിയത്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കഥ എഴുതിയത്. ദ റൈറ്റർ യു ഷുഡ് നോ, സ്പെല്ലിംഗ് തെറ്റിക്കാതെ നിങ്ങൾ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്. നമ്മൾ പറഞ്ഞു പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും കഥയാണ്. ജോയ്സ് സന്തോഷത്തിൻ്റെയും, സോറോ ദുഃഖത്തിൻ്റെയും കഥയാണ്. എക്സ്പെക്ടേഷൻസ് ആൻഡ് റിയാലിറ്റീസ് പ്രതീക്ഷകളുടെയും റിയാലിറ്റീസ് യാഥാർത്ഥ്യങ്ങളുടെയും എന്താണ് കഥയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിയേ, ഇറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ്, ഇറ്റ് ഈസ് ആൻ, നോക്കണേ, ഇറ്റ് ഈസ് ആൻ interesting story about a girl named Maggie and her mother Mrs. Clifford who had a poor family background in London എന്നാണ് പറയുന്നത്. It is an interesting story about a girl named Maggie. ഈ കഥയിൽ നമുക്കറിയാം എന്താണ്, നമുക്കറിയാലോ നമ്മൾ ആരാണ് ഇതിലെ ക്യാരക്ടേഴ്സ്, നമ്മുടെ മാഗിയാണ് ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പം നോക്കി നിങ്ങൾ, മാഗി എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെൻട്രൽ ക്യാരക്ടറാണ്. നമുക്കറിയാം മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്നത് അടുത്തൊരു മേജർ ക്യാരക്ടറാണ്. മിസ്റ്റർ ഗുപ്തയാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, ഈ കഥ നെറേറ്റ് ചെയ്യുന്നത്, നമ്മളോട് ഈ കഥ പറയുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ വായനക്കാരിലേക്ക് ഈ കഥ എത്തിക്കുന്നത് മിസ്റ്റർ ഗുപ്തയാണ്. അപ്പോൾ മിസ്റ്റർ ഗുപ്ത ആരാണ്, ഈസ് ആൻ ഇന്ത്യൻ വർക്കിംഗ് ഇൻ ലണ്ടൻ. അദ്ദേഹം ബേസിക്കലി അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് പോലും അല്ലേ, ഇന്ത്യക്കാരൻ. യെസ്, തീർച്ചയായിട്ടും എന്താണ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ഓൾവേസ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ജോലി ചെയ്യുന്നത് എവിടെയാണ്, ലണ്ടനിലാണ്. നെക്സ്റ്റ് നോക്കാം നിങ്ങൾ, വൺ ഡേ ഒരു ദിവസം മിസ്റ്റർ ഗുപ്ത മീറ്റ് മാഗി അറ്റ് എ റെസ്റ്റോറൻറ്റ്. മിസ്റ്റർ ഗുപ്ത എവിടെയാണ് കാണുന്നത് മാഗി, അവരൊരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം കാണുന്നത്. ഷി വാസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. നിങ്ങളോട് ഓർത്ത് വെക്കാം, മാഗി എന്ന് പറയുന്ന കുട്ടി കുറച്ച് ആദർശങ്ങളും എത്തിക്സ് ഒക്കെ ഉള്ളൊരു കുട്ടിയാണ്. അവൾ എന്താണ് താൽക്കാലികമായിട്ട് അവൾ എന്ത് ചെയ്തൊരു ഒരു ടൈപ്പിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ മാഗിയെ സംബന്ധിച്ചിട്ട് ഷീ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ് എന്ന് പറയുന്നത്. അവൾക്ക് എന്തിഷ്ടമല്ല, ഈ ജോലി അവൾക്ക് ഇഷ്ടമല്ല. അവളെ സംബന്ധിച്ച് ഈ ജോലി എന്ന് പറയുന്നത് എന്താണ്, ടൈപ്പിസ്റ്റ്, എന്തോ ആരോ തരുന്നു, മെറ്റീരിയൽ തരുന്നു, അവളത് ചെയ്യുന്നു. ഓക്കെ, ഡിസ്കോഴ്സസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യാനെന്ന് മുഴുവൻ പോകുന്നത് അതിന് മുൻപ് നമ്മൾ പാഠം പഠിച്ചിരിക്കണം. ചാപ്റ്ററിൻ്റെ പോയിന്റ് അറിഞ്ഞാലേ നമുക്ക് ഡിസ്കോഴ്സസ് എഫക്റ്റീവായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കണേ, ബിക്കോസ് ഇറ്റ് വാസ് എ മെക്കാനിക്കൽ, ലൈക്ക് അതൊരു മെക്കാനിക്കൽ ജോബായിട്ട് ആർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മാഗിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി സിമ്പിളേ. അടുത്ത പോയിന്റ് എന്താ, മാഗി ബിലീവ് ദാറ്റ് ഇന്ത്യ വാസ് എ കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. മാഗിയെ സംബന്ധിച്ച് മാഗി പറയുന്നത് എന്താണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണ്, മുഴുവൻ പനി, അസുഖങ്ങളുടെയും അതേപോലെ ടൈഗർ, വന്യമൃഗങ്ങളുടെയും രാജ്യമാണെന്നാണ് നമ്മുടെ മാഗിയുടെ വിശ്വാസം. ഓക്കെ, എന്താണ്, പനി അതേപോലെ തന്നെ വന്യമൃഗങ്ങളുടെയും ആണെന്നാണ് മാഗിയുടെ വിശ്വാസം. നെക്സ്റ്റ് പോയിന്റ്, അവളുടെ ബ്രദറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഷീ ഹാഡ് എ ബ്രദർ, അവൾക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു. അവൻ്റെ പേരെന്താണ്, ഫ്രാങ്ക്, മിസ്റ്റർ ഫ്രാങ്ക്. ആൻഡ് ഹി വാസ് എ സോൾജിയർ. മിസ്റ്റർ ഫ്രാങ്ക് എന്തായിരുന്നു, ഒരു പട്ടാളക്കാരനായിരുന്നു. ഇൻ ഇന്ത്യ ആൻഡ് ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം അല്ലേ. അപ്പോൾ മൂപ്പരാൾ ആക്ച്വലി ഹി വാസ് വർക്കിംഗ് ഇൻ ഇന്ത്യ, ഹി വാസ് എ സോൾജിയർ, അയാൾ പട്ടാളക്കാരനായിരുന്നു. ആൻഡ് ഹി വാസ് ഇൻ ഇന്ത്യ. കുറേ കാലമായിട്ട് എന്തില്ല, നമ്മുടെ ഫ്രാങ്കിൽ നിന്ന് ഒരു വിവരം കിട്ടിയിട്ടില്ല. ഓക്കെ, അടുത്ത് നോക്കിയേ, ഷീ വാണ്ടഡ് ടു നോ അബൌട്ട് ഹർ ബ്രദർ. സോ മാഗി എന്ന് പറയുന്ന സിസ്റ്റർ, നിങ്ങളെയും എന്നെ പോലെയൊക്കെ എന്താണ് നല്ല സ്നേഹനിധിയായ ഒരു കുട്ടിയാണ്. ഷീ വാണ്ടഡ് ടു നോ അബൌട്ട് ഹർ ബ്രദർ. അവൾക്ക് ആരെക്കുറിച്ച് അറിയണം, അവൾക്ക് അവളെ ബ്രദറെ കുറിച്ച് അറിയണം. ഓക്കെ, എടാ മതി എനിക്ക് ഗുഡ് ഈവനിങ് പറഞ്ഞ് പരിപാടി ഗുഡ് നൈറ്റ് ആക്കും, എന്നെ ഓർക്കിപ്പിക്കുക, ഗുഡ് ഈവനിങ് മതിയടാ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ,
Maggie requested Gupta to look into the crystal ring, say if her brother Frank was alive. ഏതായാലും മാഗിയും അമ്മയും തന്നെ എന്താണ് നല്ല അന്ധവിശ്വാസക്കാരാണ്. അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്തു, നമ്മളെപ്പോഴും ഒരു മനുഷ്യൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ എന്താ ചെയ്യാൻ പറ്റുക, വെറും ഉപദ്രവം മാത്രമല്ലേ, പലപ്പോഴായിട്ട് നൈസായിട്ട് എട്ടിൻ്റെ പണി കൊടുക്കാനാണ് നമുക്കൊക്കെ പറ്റുക അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, മാഗിയോ അന്ധവിശ്വാസക്കാരി, അമ്മ അതിലേറെ ഡബിൾ അന്ധവിശ്വാസക്കാരി. പക്ഷെ അവരെന്ത് ചെയ്തില്ല, മിസ്റ്റർ ഗുപ്തയെ വിട്ടില്ല. ക്രിസ്റ്റൽ റിംഗ് നോക്കിയിട്ട് ഒരു നിർബന്ധിതമായിട്ടുള്ള സാഹചര്യത്തിൽ മിസ്റ്റർ ഗുപ്തയെ നിർബന്ധിച്ചു എന്താണ്, ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാൻ. അടുത്തത് നോക്കണേ. മിസ്റ്റർ ഗുപ്ത ലിക്ഡ് ഇൻ ടു ദ റിംഗ് ആൻഡ് ടോൾഡ് എ ലൈ ദാറ്റ് ഫ്രാങ്ക് വാസ് എലൈവ്. മിസ്റ്റർ ഗുപ്ത എന്താണ്, പാവം എന്നെ പോലെ വേറൊരു വഴിയില്ലാതെ നല്ലൊരു മനുഷ്യൻ, ഒരു വിനയുള്ള മനുഷ്യനും സത്യസന്ധനും, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം അങ്ങ് പറഞ്ഞു യെസ് എന്താണ്, ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ക്രിസ്റ്റൽ റിംഗ് എന്ന് പറയുന്ന പേര് നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. ക്രിസ്റ്റൽ റിംഗ് നോക്കിയിട്ട് നമ്മുടെ മിസ്റ്റർ ഗുപ്ത എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്, ഓക്കെ ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട്. ഓക്കെ മിസ് ഫുഡിയിൽ എന്താ എനിക്ക് ഫുഡ് വാങ്ങിത്തരും, ഓൺലൈനായിട്ട് വാങ്ങിത്തരും, അല്ലെങ്കിൽ പാർസലേക്കോ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, എന്നാലും ചോദിച്ചാൽ സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞത് മൈൻഡ് ചെയ്യേണ്ട, താങ്ക് യു ഫോർ ആസ്കിങ്, യു അറ്റ്ലീസ്റ്റ് ആസ്ക്ഡ്. The lie helped to save the life of Mr. Clifford. ഓക്കെ അപ്പോൾ ആ ഒരു കളവ് എന്ത് ചെയ്തു, അതായത് നമ്മുടെ മിസ്സസ് ക്ലിഫേർഡിൻ്റെ ജീവൻ രക്ഷിച്ചു. ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കളവ് എന്താണ്, അത് അവനെ രക്ഷിച്ചു. മിസ്റ്റർ ഗുപ്ത വാസ് ഷോക്ക് ടു ലേൺ ദാറ്റ് ഫ്രാങ്ക് ഹാഡ് ഡൈഡ് ഇൻ ദ വാർ. അപ്പോൾ ആക്ച്വലി മിസ്റ്റർ ഗുപ്തയ്ക്ക് അറിയായിരുന്നു ഫ്രാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്താണ് യുദ്ധത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾ തീർന്നിട്ടുണ്ട്, ആൾ മരിച്ചു പോയിട്ടുണ്ട് എന്താണ് അറിയാം. ഓക്കെ Maggie visited Mr. Gupta before he left for India. Maggie visited Mr. Gupta. Maggie എന്ത് ചെയ്തു, മിസ്റ്റർ ഗുപ്ത എന്താണ് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് ഇദ്ദേഹത്തെ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ ഷീ ഗേവ് എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് ടു പ്ലേസ് ഇറ്റ് ഓൺ ദ ഗ്രേവ് ഓഫ് എ ബ്രദർ. ഇവിടെയാണ് നമ്മുടെ ക്ലൈമാക്സ് സുഹൃത്തുക്കളെ, നമ്മുടെ ക്ലൈമാക്സ് ആണ് ഇവിടെ സുഹൃത്തുക്കളെ. ക്ലൈമാക്സിലെ എന്താ ഇവിടെ, അവൾ എന്ത് ചെയ്യുന്നു, മിസ്റ്റർ ഗുപ്തയെ കാണാൻ മിസ്റ്റർ ഗുപ്തയുടെ വീട്ടിലേക്ക് വരുന്നു. വികാരഭരിതമായി ഇമോഷണലി ഒരു ഷില്ലിംഗ് കൊടുക്കുന്നു. മിസ്റ്റർ ഗുപ്ത, ഇതാണ് ഞാൻ ഇന്നലെ പ്രൊമോയിൽ പറഞ്ഞത്, പ്ലീസ് ആക്സെപ്റ്റ് ദിസ്, ഇത് താങ്കൾ സ്വീകരിക്കണം. എന്തിനാണ് തൻ്റെ പോക്കറ്റിലിടാനോ കുറ്റിയിലിടാനോ അല്ല, എന്തിനാണ് നിങ്ങൾ ഇന്ത്യയിൽ പോയാൽ ഫ്രാങ്കിൻ്റെ ശവക്കല്ലറയിൽ പോകണം. യു പ്ലീസ് ബൈ ഫ്ലവേഴ്സ്, നിങ്ങൾ പൂക്കൾ വാങ്ങണം, എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം, എൻ്റെ ബ്രദറിൻ്റെ ശവക്കല്ലറയിൽ നിങ്ങൾ ഈ പൂക്കൾ വെക്കണം. മിസ്റ്റർ ഗുപ്ത റിസീവ് ദ ഷില്ലിംഗ്. അദ്ദേഹം എന്ത് ചെയ്തു, ആ ഷില്ലിംഗ് അങ്ങ് റിസീവ് ചെയ്തു. അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് ഈ കുട്ടി എക്സ്പെക്ട് ചെയ്യുന്നത്. ആക്ച്വലി അവൾക്ക് ഇന്ത്യയിൽ ഡയറക്റ്റ് പോയിട്ട് ചെയ്യാൻ പറ്റാത്തത് അയാളിൽ കൂടെ എന്ത് ചെയ്യാണ്, അവൾ ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ. ഇറ്റ് ഗേവ് ഹർ ഇമ്മൻസ് ജോയ് എന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കരമായ സന്തോഷം. ഓക്കെ അപ്പം മിസ്റ്റർ ഗുപ്ത എന്താണ്, അവൾക്ക് വേണ്ടിയിട്ട് അയാൾ ആ പൈസ സ്വീകരിച്ചു. അയാൾ ആ പൈസ കൊണ്ട് എന്താണ് പൂക്കൾ വാങ്ങി അവൻ്റെ കല്ലറയിൽ വെക്കാന്ന് പറഞ്ഞത് അവളെ സംബന്ധിച്ച് എന്താണ് തീരാത്ത സന്തോഷമാണ് ആ കുട്ടിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ പാഠത്തിൻ്റെ ഒരു ബ്രീഫ് സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ മിസ് എനിക്ക് 90 മാർക്കുണ്ട്, അത് ഫുള്ളാക്കണമോ? തീർച്ചയായിട്ടും 8 കഷ്ണമുള്ള പിസ്സ നീ കഴിച്ചാൽ അതിൽ 7 കഴിച്ചാൽ 8ാമത്തത് നീ ബാക്കി വെക്കാൻ പാടില്ല. എന്ത് വകയിലാണ് നീ അത് ബാക്കി വെക്കുക? അതേപോലെ തന്നെ 90 മാർക്ക് വാങ്ങിയ പിന്നെ എന്തിനാണ് ബാക്കി വെച്ചത്? ബാക്കി വെക്കണ്ട. ഈ പ്രാവശ്യം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിൽ ഫുൾ എഴുതിക്കാളാം. ഓക്കെ സോ അത് മറക്കണ്ട. ഓക്കെ കുട്ടി നല്ല കുട്ടി. ഓക്കെ അടുത്തത് നോക്കൂ നിങ്ങൾ. അടുത്തത് ഇനിയാണ് നമ്മൾ കുറേ നേരം ഇവിടെ ഓരോരുത്തർ പാവൻ്റെ നോക്കി പറഞ്ഞ ഡിസ്കോസസ് ചെയ്യും, മിസ്സേ ഡിസ്കോസ് ചെയ്യും. അപ്പോൾ ഡിസ്കോസസ് കുട്ടികൾ പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്തില്ല, അവിടെ വേറെ ഒന്നുമില്ല. മക്കളാണ് എൻ്റെ എല്ലാം. ഓക്കെ നിങ്ങളാണ് എൻ്റെ എല്ലാം. ഞാനത് ഇവിടെ സത്യം ചെയ്ത് പറയുന്നു. സത്യം. ആദ്യം നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് ക്യാരക്ടർ സ്കെച്ചാണ്. 2 പേരുടെ ക്യാരക്ടർ സ്കെച്ചാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടത്. ഒന്ന് നിങ്ങൾക്ക് ഷുവറാണ് മാഗിയാണ്, പിന്നെ രണ്ടാമത്തത് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിരിക്കും മിസ്റ്റർ ഗുപ്തയാണെന്ന്. ഞാനൊന്ന് മാഗിയെ പഞ്ച് ചെയ്ത് പറഞ്ഞു. ഓക്കെ ക്യാരക്ടർ സ്കെച്ച്, മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ നിങ്ങൾക്ക് ആദ്യം തരാൻ പോകുന്നത് ഇവിടെ എന്താ നോക്കേ. ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് നിങ്ങളോട്. മാഗി ഇൻ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് റിവീൽസ് എ യൂണിക് പേഴ്സണാലിറ്റി ഇൻ ദ സ്റ്റോറി. അറ്റംപ്റ്റ് ടു ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങൾ നിങ്ങളുടേതായിട്ട് വേർഡ്സിൽ എന്ത് ചെയ്യും, മാഗിയെ കുറിച്ച് എഴുതൂ. തൽക്കാലം ഞാൻ തരങ്ങളെ സ്വന്തം വേർഡ്സ് ആണ് ചോദിച്ചെങ്കിലും. അപ്പോൾ നമുക്കറിയാം നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ അതിനും ഫോർമാറ്റ് ഉണ്ട്. വാരി വലിച്ചോ അങ്ങോട്ട് എഴുതലല്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് എഴുതണം, നമ്മൾ മാഗിയെ കുറിച്ച് എഴുതണം. ഓക്കെ മാഗി ആരാണ്, ഏത് കഥയിലെ കഥാപാത്രമാണ്, ആരാണ് ഈ കഥ എഴുതിയത്, എന്താണ് ഈ കഥയുടെ തീം. നോക്കേ മാഗി സെൻട്രൽ ക്യാരക്ടറാണ്. പ്രബോധ് കുമാർ മുഖോപാധ്യായ റൈറ്ററാണ്. തീം ഓഫ് ദ ലെസൺ എന്താണ് ഈ പാഠത്തിൻ്റെ, അത് നമ്മൾ ഫസ്റ്റ് പഠിച്ചോ. റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസും എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹോപ്പ് ഫോർ ടുമാറോ, നാളത്തേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയുടെ ഒരു ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഈ 4 കാര്യങ്ങളാണ്. ഓക്കെ ഇനി അടുത്ത പാരഗ്രാഫിലാണ് നമ്മൾ വിശദമായിട്ട് എന്ത് ചെയ്താൽ ആ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത്, എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് എന്താണ്
എന്താണ് നമ്മൾ എഴുതണം. നോക്കിയേ, മിസ്റ്റർ ഗുപ്താസ് മീറ്റിംഗ് വിത്ത് മാഗി. നമ്മൾ മാഗിയെ കുറിച്ച് എഴുതുമ്പോൾ മിസ്റ്റർ ഗുപ്തയും അവൾ തമ്മിൽ കണ്ടുമുട്ടിയത് നമ്മൾ എഴുതണം. ഹെ റെഫറൻസ് ടു ആൻ ഇന്ത്യൻ. അവളുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ മാഗിയുടെ കാഴ്ചപ്പാടിൽ ഒരു ഇന്ത്യക്കാരൻ എങ്ങനെയായിരുന്നു, എന്താണ് ഒരു ഇന്ത്യക്കാരൻ, അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് എന്നുള്ള കാഴ്ചപ്പാട് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. നോക്കിയേ, ഹെർ അപ്പിയറൻസ് പ്രത്യേകം പറയുന്നുണ്ട്, വളരെ പുവർ അപ്പിയറൻസ് ആയിരുന്നു. അവളുടെ ഡ്രസ്സും അവളുടെ കണ്ണും കണ്ടാൽ രണ്ട് കാര്യം പറയുന്നത്. ഹെർ വേ ഓഫ് ഡ്രസ്സിങ്, ഹെർ ക്ലോത്ത്സ്, അതേപോലെ തന്നെ അവളുടെ കണ്ണും എന്താണ്, അവളുടെ ദാരിദ്ര്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെർ ഏർണിംഗ്, എന്തായിരുന്നു ആ കുട്ടിയുടെ ജോലി, ടൈപ്പിസ്റ്റ് ആയിരുന്നു. ബട്ട് ഷി വാസ് നോട്ട് ഹാപ്പി. അവൾ എന്തല്ലായിരുന്നു, ഹാപ്പി അല്ലായിരുന്നു. അടുത്തത് ഹാർഡ് വർക്കിംഗ്. അവൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, അമ്മേനെ ഹെൽപ്പ് ചെയ്യലുണ്ടായിരുന്നു, എല്ലാം ചെയ്യലുണ്ടായിരുന്നു അല്ലേ. നെക്സ്റ്റ് നോക്കിയേ, ഹർ ലവ് ടുവേർഡ്സ് ഹർ ബ്രദർ. ബ്രദറോടുള്ള അവളുടെ സ്നേഹം എന്താണ്, അതും നമുക്ക് ആ ചാപ്റ്ററിൽ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഹർ സുപ്രീം സാക്രിഫൈസ് ഫോർ ഹർ ബ്രദർ. അവൾ ഭയങ്കര കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ഒരു ഷില്ലിങ് കിട്ടാൻ എന്താണ് ആക്ച്വലി അത്രയും ബുദ്ധിമുട്ടുണ്ട് ആ കുട്ടിക്ക്, നമുക്കറിയാം. ആ കിട്ടുന്ന പൈസയാണ് അവൾ എന്ത് ചെയ്തത്, അവസാനം മിസ്റ്റർ ഗുപ്തയ്ക്ക് എന്ത് ചെയ്ത് കൊടുത്തത് അല്ലേ, ഒരു ഷില്ലിങ് കൊടുത്തത്. അപ്പോൾ ആ ഒരു പോയിന്റ്, ഹർ സുപ്രീം സാക്രിഫൈസ് ഫോർ ഹർ ബ്രദർ, അത്രയും സാക്രിഫൈസ് ആണ് എന്ത് ചെയ്തത്. ഫ്രാങ്ക് മരിച്ചുപോയി, അവൾക്ക് വേണ്ടി ആ പൈസ കൊടുക്കണ്ട, പക്ഷെ അവൾ എന്ത് ചെയ്തത്, അത് കൊടുത്തത്. അപ്പം നോക്കാം, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോകാം. ഓക്കെ, എങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് എഴുതുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കാം. നിങ്ങളിതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ മക്കളെ. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, നോട്ട് ചെയ്യുന്നുണ്ടോ? എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ഈ പറയുന്ന ഈ ചങ്കട്ട് കീറുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് പറയൂ. ഹാർട്ട് മാത്രം ഇടാതെ വായ തുറന്ന് പറയൂ. YES, യെസ് എന്ന് പറയൂ, അല്ലെങ്കിൽ NO, നോ എന്ന് പറയൂ. ഓക്കെ, യെസ്. വരട്ടെ വരട്ടെ. യെസ് വന്നു, രണ്ടും തന്നിട്ടുണ്ട്, കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം നോക്കൂ മക്കളെ, ശ്രദ്ധിക്കണേ. നമ്മൾ ഇതുവരെ പോയിന്റ് പറഞ്ഞു, ഇനി നമ്മൾ അതിൻ്റെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ദിസ് ഇസ് യുവർ ആൻസർ, എങ്ങനെയാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. മാഗി ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി. നമ്മൾ എന്താ പറയുന്നത്, ഇൻ ദ സ്റ്റോറി ഇല്ല, ഓഫ് ദി സ്റ്റോറി. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് റിട്ടൺ ബൈ റോട്ട് ബൈ അല്ല. ചില കുട്ടികൾ എന്ത് ചെയ്തു, റോട്ട് ബൈ. ഇറ്റ്സ് നോട്ട് റോട്ട്, ഇറ്റ്സ് റിട്ടൺ ബൈ പ്രബത് കുമാർ മുഖോപാധ്യായ, ക്യാപിറ്റൽ ലെറ്റർ, പ്രബത് കുമാർ മുഖോപാധ്യായ. ഹർ ഫുൾ നെയിം ഇസ് എലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. ഷി ലിവ്സ് വിത്ത് her poor mother in the neighborhood of Lentham. Mr. Gupta, the narrator of the story, meets her at a restaurant in Lentham. Her interest in him makes him curious. He makes friends with Maggie and comes to know more about her. അപ്പോൾ നമ്മൾ പറഞ്ഞു മാഗി സെൻട്രൽ ക്യാരക്ടർ ആണ്. ഹൂ ഈസ് ദ റൈറ്റർ നമ്മൾ പറഞ്ഞു. ദ മീറ്റിംഗ് വിത്ത് മിസ്റ്റർ ഗുപ്ത, അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ. Maggie is in her early teens, but she works as a typist in civil service store. Her clothes reveal her poverty. നമ്മൾ പറഞ്ഞു her appearance. അവളുടെ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അവളുടെ പോവർട്ടി പറഞ്ഞത് ദാരിദ്ര്യം, അത് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, വിളിച്ചോതുന്നുണ്ടായിരുന്നു. She shy and reserved, but Mr. Gupta gradually makes her open up. അപ്പോൾ she was actually എന്താണ്, she was a shy person. ആ കുട്ടിക്ക് എന്താണ്, ഭയങ്കര ഷൈ ആണ് ആ കുട്ടി. പക്ഷേ നമ്മുടെ മിസ്റ്റർ ഗുപ്തയ്ക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് എൻ്റെ അടുത്ത് എന്തോ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ഗുപ്ത, he was a genuine person, he was a kind person, he was a helpful person. അതുകൊണ്ട് തന്നെ എന്താണ്, മിസ്റ്റർ ഗുപ്ത എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൾക്ക് എന്ത് ചെയ്തു, കറേജ് കൊടുത്തു, സപ്പോർട്ട് കൊടുത്തപ്പോൾ എന്താണ്, ഷി ബിഗാൻ ടു ഓപ്പൺ ഹർ അപ്പ്. ഓക്കെ, മനസ്സ് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, ഹർ ഓൺലി ബ്രദർ ഈസ് ഇൻ ഇന്ത്യ സർവിങ് ആസ് എ ബ്രിട്ടീഷ് സോൾജിയർ. അപ്പോൾ എന്താണ് ശരിക്കും മാഗിക്ക് പറയാനുള്ളത്? അയ്യോ സോറി, പേടിക്കണ്ട, ഞാൻ വീണതല്ല, ദിലീപ് കല്യാണാമലിൽ പറയാൻ പോയത്. പറയാൻ മതി എന്താ, ഞാൻ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതുപോലെ ഞാനിവിടെ ഗ്രീൻ ബോർഡ് ടെസ്റ്റ് ചെയ്യാൻ പോയത്, ഞാൻ വീണതല്ല. ഓക്കെ, സോ നോക്കൂ, ബട്ട് ദേ ഹാഡ് നോട്ട് ഹേർഡ് ഫ്രം ഹിം ഫോർ എ ലോങ്. അപ്പോൾ ആക്ച്വലി ഷി ഹാഡ് എ ബ്രദർ ഫ്രാങ്ക് എവിടെയായിരുന്നു, ഹി വാസ് വർക്കിംഗ് ഇൻ ഇന്ത്യയിലായിരുന്നു ജോലി ചെയ്തത്. ഹി വാസ് എ സോൾജിയർ, പട്ടാളക്കാരനായിരുന്നു. പക്ഷേ കുറേ കാലമായിട്ട് എന്തില്ല, ഫ്രാങ്കിൽ നിന്നും എന്തില്ല, എന്തുമില്ല, ഒരു വിവരവുമില്ല. ദേ ആർ വറീഡ് അബൌട്ട് ഹിം. അവരെന്താണ്, ഇവർക്ക് മാഗിക്കും ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും എന്താണ്, ഫ്രാങ്കിനെ കാണാത്തത് കൊണ്ട് ഭയങ്കര വറീഡായിട്ടിരിക്കുകയാണ്. During their conversation, Mr. Gupta asked her whether she likes her work. അപ്പോൾ മിസ്റ്റർ ഗുപ്ത ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് നിന്റെ ജോലി ഇഷ്ടമാണോ? She says she wants a job that is not mechanical. അപ്പോൾ നമ്മുടെ മാഗി പറയുന്നുണ്ട്, I want a job, I want money. എനിക്ക് പൈസ വേണം, പക്ഷേ എന്താണ്, my job, it is a mechanical job and I don't want to be a mechanical, I don't want to be a machine. അല്ലേ, അവൾ എന്താ പറയുന്നത്, എനിക്കൊരു മെഷീൻ ആവേണ്ട താല്പര്യമില്ല, I need a job. എന്താണ്, നമ്മളൊക്കെ എപ്പോഴും ജോലി ചെയ്യുമ്പോൾ we should have pleasure. ഇപ്പോൾ നമ്മളിവിടെ ക്ലാസ് എടുക്കുമ്പോൾ എന്താണ്, I have
ഹാവ് പ്ലഷർ. എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. ഐ എം എൻജോയിങ് ഇറ്റ് അല്ലേ. നമ്മൾ ആ ഒരു എൻജോയ്മെൻറ്റോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത് അത് ചെയ്യുന്നത്. മിസ് യുവർ ഗുഡ് നെയിം. അയ്യോ ഞാൻ എൻ്റെ പരിചയപ്പെടുത്തിയില്ല, എൻ്റെ പേരറിയില്ല, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എൻ്റെ പേരറിയില്ല. ഓക്കെ, എനിവ സാരമില്ല. എൻ്റെ പേര് അറിയുന്നവരാരെങ്കിലും എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. എന്നാണ് ഞാൻ എൻ്റെ പേര് പറയാം. എൻ്റെ പേര് അൻവറ എന്നാണ്. ഞാൻ എന്നെ വ്യക്തിപരമായിട്ട് വിളിക്കുന്നത് വിമൽ കുമാർ എന്ന് ദിലീപ് പറഞ്ഞതുപോലെ ഞാൻ എന്നെ വിളിക്കുന്നത് എന്താണ്, അൻവറ എന്നൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്നെ എന്ത് വിളിക്കാം? നിങ്ങൾക്ക് എന്നെ അനു മിസ് എന്ന് വിളിക്കാം, എ ടി മിസ് എന്ന് വിളിക്കാം. മേടി അല്ല, AT. ഓക്കെ, ഫോർ ആപ്പിൾ, T ഫോർ ടീ, AT എന്ന് വിളിക്കാം. ഓക്കെ, സോ മനസ്സിലായില്ലേ? ഇപ്പോൾ സബ്ജക്റ്റ് ഇംഗ്ലീഷാണെന്ന് മനസ്സിലായില്ലേ? കൂടുതൽ വിശദങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. ഓക്കെ, കൂടുതൽ വിശേഷങ്ങൾ. ഓക്കെ, ആദ്യം ഈ ദൗത്യം ഒന്ന് ഞാൻ തീർക്കട്ടെ. കളരിയിലേക്ക് ഇറങ്ങിയാൽ എനിക്ക് പിന്നെ എന്ത് ചെയ്യണം? അങ്ങ് തീർത്തിട്ട് ഞാൻ എന്ത് ചെയ്യാറുള്ളൂ? അങ്ങ് പോവാറുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇങ്ങ് വരൂ. ദിസ് ഇസ് മൈ കളരി. ഈ ക്ലാസ് തീർത്തിട്ട് എനിക്ക് ഈ കളരി ഒന്ന് തീർക്കുക. ഇത് ഞാൻ ഈ ലൈവിന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മതിയായിരിക്കും നല്ല ഷേപ്പിൽ നിന്ന സാധനമാണ്. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷേ ഇതെനിക്ക് തന്ന വ്യക്തി പറഞ്ഞിട്ട് ഇത് ഇവിടുന്ന് ശരിയാക്കിയിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന്. പഠിച്ച റബ്ബിനറിയാനും എപ്പോഴാണ് വീട്ടിൽ പോകുന്നത് ആ പരുവത്തിന് ഞാനിതാക്കി വെച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. ഓക്കെ, so നോക്കൂ മക്കളെ, എൻ്റെ ഒരു അവസ്ഥ നോക്കും. So we were discussing that so Frank was a soldier and he was working in India and for a long time എന്താണ് അയാളുമായിട്ടൊരു കണക്ഷൻ ഇവർക്കില്ലായിരുന്നു. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നോക്ക്, this shows that she is ambitious. അവളുടെ എന്താണ് ജോലിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എന്താണ് she did not want എന്താണ് ഒരു മെക്കാനിക്കൽ ജോബ് അവൾക്ക് വേണ്ട. അവൾക്ക് എന്ത് വേണം? പ്ലഷർ ചെയ്തിട്ടുള്ള ജോലി വേണം. ഓക്കെ, she is bold and courageous at this tender age despite her respectful and courteous behavior. ഓക്കെ, അപ്പോൾ അവൾ എന്താണ് she was a മെച്ചുവേർഡ് ഗേൾ എന്നാണ് പറയുന്നത്. നമ്മളെ ഗുപ്തയ്ക്ക് എന്ത് തോന്നി? ഇവളെന്താണ് ഭയങ്കര ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു മെച്ചുവേർഡ് ഗേൾ ആയിട്ടാണ് ആർക്ക് ഫീൽ ചെയ്തത്? മിസ്റ്റർ ഗുപ്തയ്ക്ക് ഫീൽ ചെയ്തത്. ഇസ് ഇറ്റ് ക്ലിയർ മക്കളെ? ഓ ma'am, you are so funny, very interesting class. I wish you took other subjects also. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ മാത്സ് ഒക്കെ അറിയാണെങ്കിൽ ഞാൻ എന്നെ എവിടെയെങ്കിലും എത്തിപ്പോയിനോ. എൻ്റെ പൊന്നു മോളെ മാത്സ് ഒന്നും എന്നോട് പറയലെടുക്കുക. അതൊക്കെ നിങ്ങൾ SR എടുത്തു തരും. മാത്സ് ഒക്കെ അറിയാൻ ഇന്ന് വല്ല ISRലേക്ക് എത്തിപ്പോയിന്, അത് വേറെ കാര്യം. ഓക്കെ, കാഷ് മുജേബി എന്താണ് ആഗ്രഹമുണ്ട് ഹേ എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കാൻ. എന്താ ചെയ്യുക? എന്നെ ഇങ്ങനെയൊന്നും എന്നെ പുകഴ്ത്തരുത് കേട്ടോ. എന്താ ചെയ്യുക? ഓക്കെ, come back here. On the day of Mr. Gupta's departure, Maggie comes to meet him. She gives a hard-earned 1 shilling to buy flowers for her brother's grave. Her supreme sacrifice out of the love for her brother is aptly reflected in the title of the story, The Price of Flowers. Those are truly priceless. ഒരിക്കലും വില മതിക്കാനാവാത്ത പൂക്കളാണ് എന്ത് അവൾ കൊടുക്കുക. കാരണം നമ്മൾ പറഞ്ഞു she was എന്താണ് ഏർണിംഗ് വെരി ഹാർഡ്. ഭയങ്കര കഷ്ടപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ എന്ത് ചെയ്യുന്നത് അറബി എടുക്കുമെന്നോ. ലാ അറബി മാഫി അറബി ലാ അറബി നോ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ അവൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്തിട്ടുള്ള ആ ഒരു 1 shilling ആണ് ഷി ഗേറ്റ് ടു മിസ്റ്റർ ഗുപ്ത. ആൻഡ് വി നോ ദാറ്റ് എന്താണ് അവൾ റിക്വസ്റ്റ് ചെയ്തത് എന്നുള്ളത്. കാരണം ആ 1 shilling കൊണ്ട് എന്താണ് ഷി ഹാഡ് ടു ബൈ ദ ഫ്ലവേഴ്സ്. അവൾ എന്ത് ചെയ്യണം? ആ ഒരു ഫ്ലവേഴ്സ് എന്ത് ചെയ്യണം? അവളത് വാങ്ങണം. ആ ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് എന്താണ് അദ്ദേഹം അവൻ്റെ കല്ലറയിൽ കൊണ്ടുവയ്ക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്താ ചെയ്യുക കുട്ടികൾ? ഇങ്ങനെ സ്നേഹിച്ചു കൊന്ന് നിങ്ങൾ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലല്ലേ? ഞാൻ പിന്നെ ഇവിടെ ദിവസം ഇംഗ്ലീഷ് എടുക്കാൻ വന്നു പോകും. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് വേ ഹാവ് എന്താണ് മിസ്റ്റർ ഗുപ്ത. ഞാൻ പറഞ്ഞു അടുത്ത് നമുക്ക് ഇതിന്ന് പഠിക്കാനുള്ളത് മിസ്റ്റർ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. ആദ്യം നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു മിസ്റ്റർ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ചിന്. പക്ഷേ നൗഡേയ്സ് എന്താണ് ഇറ്റ് ഓൾസോ ഹാസ് എന്താണ് മച്ച് ഇമ്പോർട്ടൻസ് ആസ് മാഗിയുടെ അതേ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ മിസ്റ്റർ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. 1 second. നോക്കൂ മക്കളെ, നോക്കണേ. 1 second. മിസ് അഗ്നി ബാച്ചിൽ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ടല്ലോ. വരാം, പേടിക്കണ്ട, വരടാ. നിങ്ങളിങ്ങനെ തിരക്കൂട്ടല്ലേ എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ ദാസ? സമയമുണ്ട് കുട്ടികളെ. ഞാൻ വരാം. അഗ്നി ബാച്ച് അല്ലേ, വരുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ചാപ്റ്റർ എത്തുമ്പോൾ ഞാൻ ഓടിച്ചാടി പറന്ന് വന്നിരിക്കും. ഓക്കെ, ലാ അറബി വീണ്ടും അറബി ചോദിക്കരുത്. മാം +2 ഇംഗ്ലീഷ് എപ്പോഴാണ്? +2 ഇംഗ്ലീഷ് എല്ലാം ഉണ്ട് ഇവിടെ, ഒന്നിനും ഒരു പഞ്ഞമില്ല. ഓക്കെ, A to Z ഇവിടെ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? കൂടുതൽ എന്താണ് ഇതിനെക്കുറിച്ച് ചോദിക്കാതെ എൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ എൻ്റെ കളരി അങ്കത്തട്ടിലേക്ക് ഇറങ്ങട്ടെ. അങ്കത്തട്ട് ആയ നമഃ. നോക്കൂ, Mr. Gupta is the narrator of the story, The Price of Flowers.
ടൈറ്റിൽ നമ്മൾ പറഞ്ഞു മിസ്റ്റർ ഗുപ്തയെ സംബന്ധിച്ച് നമുക്ക് സെൻട്രൽ ക്യാരക്ടർ എന്നതിനേക്കാളും മിസ്റ്റർ ഗുപ്തയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെറേറ്റർ ഓഫ് ദി സ്റ്റോറി, ഹി ഈസ് ദ നെറേറ്റർ ഓഫ് ദി സ്റ്റോറി എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഹി ഈസ് എ നെറേറ്റർ ഓഫ് ദി സ്റ്റോറി, ഹി ഈസ് എൻ ഇന്ത്യൻ സിറ്റിസൺ സ്റ്റേയിങ് ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, ഹി ഈസ് എൻ ഇന്ത്യൻ സിറ്റിസൺ സ്റ്റേയിങ് ഇൻ ഇംഗ്ലണ്ട്. നമ്മൾ പറഞ്ഞു മിസ്റ്റർ ഗുപ്ത എന്താണ്, ഹി വാസ് എൻ ഇന്ത്യൻ സിറ്റിസൺ. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ പൗരൻ. ഓക്കെ, പക്ഷെ അദ്ദേഹം താമസിക്കുന്നത് എവിടെയാണ്? അദ്ദേഹം താമസിക്കുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഹി ഈസ് എ ലേൺഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ജെന്റിൽമാൻ. അദ്ദേഹം വളരെ പഠിച്ച മനുഷ്യനാണ്. എന്നെ പോലെ നല്ലൊരു ഞാൻ ജെന്റിൽമാൻ ജെന്റിൽ വുമൺ അല്ലെങ്കിൽ ഓക്കെ സി ജെന്റിൽമാൻ ആണ് ആര്? മിസ്റ്റർ ഗുപ്ത. ഓക്കെ, വൺ ഡേ ഹി മെറ്റ് മാഗി അറ്റ് എ റെസ്റ്റോറൻറ്റ്. ഇത് നമ്മൾ പറഞ്ഞു മാഗിയും ഇദ്ദേഹം തമ്മിലുള്ള മീറ്റിംഗ് നമ്മൾ പറയണം ഇവിടെ വെച്ചിട്ടാണ്. He was curious about the girl because he found she was curious about him. ഇത് നമ്മൾ മാഗിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. He wanted to see Maggie's mother when she was sick. നമ്മൾ പറഞ്ഞു മിസ്റ്റർ ഗുപ്ത എന്താണ്, ഹി വാസ് എ കൈൻഡ് പേഴ്സൺ, ഹി വാസ് എ കെയറിങ് പേഴ്സൺ, ഹി വാസ് എ ഹെൽപ്പിംഗ് പേഴ്സൺ. അതിൻ്റെ ഒക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം മിസ്റ്റർ ഗുപ്ത എന്ത് ചെയ്തു, നമ്മുടെ മിസ്സസ് ക്ലിഫോർഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് നോക്കണേ, ഹി വാണ്ട് ടു സീ മാഗീസ് മദർ വെൻ ഷി വാസ് സിക്ക്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് ഞാനൊന്ന് നോക്കിയതാ. ഓക്കെ, മിസ്റ്റർ ഗുപ്ത വാസ് സർപ്രൈസ്ഡ് ദാറ്റ് മാഗി ആൻഡ് ഹർ ഫാമിലി വർ ഹൈലി സൂപ്പർസ്റ്റിഷ്യസ്. അപ്പം മിസ്റ്റർ ഗുപ്ത നമ്മുടെ മാഗിയെക്കുറിച്ചും അവരുടെ അമ്മയെക്കുറിച്ചും മനസ്സിലാക്കിയൊരു കാര്യമുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് കാര്യം വാസ്, എന്തായിരുന്നു ആ കാര്യം? നമ്മുടെ മിസ്സിസ് ക്ലിഫോർഡും നമ്മുടെ മാഗിയും എന്തായിരുന്നു, ദേ വർ വെരി അന്ധവിശ്വാസികൾ. ദാറ്റ് മീൻസ് എന്താണ്, ദേ വർ വെരി സൂപ്പർസ്റ്റിഷ്യസ് അല്ലേ? അവർ രണ്ടുപേരും എന്താണ്, വളരെ അന്ധവിശ്വാസത്തിൽ കീപ്പ്, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള എന്താണ് ന്യായങ്ങളുണ്ടാകും. അവർ സൂപ്പർസ്റ്റിഷ്യസിൽ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അടുത്തത് നോക്കട്ടെ. Though he couldn't see anything through the crystal ring, he told a lie that Frank was alive. അപ്പം മിസ്സസ് ക്ലിഫോർഡ് എന്താണ്, അവർ വളരെ ഹെൽത്ത് കണ്ടീഷൻ വീക്ക് ആയ സമയത്ത് he had to lie them intentionally. he lied. അദ്ദേഹം കളവ് പറഞ്ഞു. എന്താണ്, മാഗിയുടെ അമ്മയോട് പറഞ്ഞു ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഓക്കെ അല്ലേ? അയ്യോ, വന്ന് കയറിയിട്ടേ ഉള്ളൂ, മിസ് ചിരിപ്പിച്ചു പോലും എനിക്ക് വയ്യ, എന്താ ചെയ്യേ കുട്ടികളുടെ ഒരു കാര്യം. ഇറ്റ് വാസ് ഹിസ് കെയറിങ് നേച്ചർ. നമ്മൾ പറഞ്ഞു ഹി വാസ് എ കെയർഫുൾ പേഴ്സൺ, ഹി വാസ് എ കെയറിങ് പേഴ്സൺ എന്നുള്ളത് ദാറ്റ് വി ഡിസ്കസ്ഡ്. നമ്മൾ പറഞ്ഞു ഇറ്റ് വാസ് ഹിസ് കെയറിങ് നേച്ചർ ദാറ്റ് മേഡ് ഹിം ഹൈഡ് ദ ഫാക്ട് അബൌട്ട് ഫ്രാങ്ക്സ് ഡെത്ത്. ഹി വാസ് ഫോഴ്സ്ഡ് ടു ടെൽ എ ലൈ ദാറ്റ് ഫ്രാങ്ക് വാസ് അലൈവ്. അതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അദ്ദേഹം ഇന്റൻഷനലി എന്താണ് സ്ട്രെസ്ഡ് ആയിട്ട് ഫോഴ്സ്ഫുള്ളി പറയേണ്ടി വന്നതാണ് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഗുപ്ത വാസ് എ കൈൻഡ് ആൻഡ് compassionate person. നമ്മൾ എന്താ പറയുക, ഗുപ്ത he was a kind person, compassionate person ആണ്. he considered Maggie as a sister. അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. he considered Maggie as a sister. അദ്ദേഹത്തെ സംബന്ധിച്ച് മാഗി എന്തായിരുന്നു, she was like his sister. അദ്ദേഹത്തിന്റെ സിസ്റ്റർ പോലെയായിരുന്നു. നെക്സ്റ്റ് വൺ നോക്കേ, ഗുപ്ത was a kind and compassionate person. he considered Maggie as a sister. നമ്മൾ ഡിസ്കസ് ചെയ്തു. മാഗി നോക്കണേ, നോക്കൂ, Maggie gave a shilling to buy flowers and to place it on the grave of her brother. Maggie gave a shilling to buy flowers and to place it on the grave of her brother. നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? നെക്സ്റ്റ് വൺ നോക്കൂ, ഗുപ്ത accepted the shilling because Maggie would feel consoled whenever she did something for her brother. നമ്മൾ പറഞ്ഞു മാഗിയെ സംബന്ധിച്ച് എന്താണ്, she wanted to do something for her brother. What is the point here? Maggie wanted to do something not for me, എനിക്കോ നിങ്ങൾക്കോ വേണ്ടിയിട്ടല്ല, for her brother. ഓക്കെ, അവളുടെ ബ്രദറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് കുഡ് മേക്ക് ഹർ ഹാപ്പി. അത് അവൾ എന്താക്കുമായിരുന്നു, സന്തോഷിപ്പിക്കുമായിരുന്നു. സെറ്റ് അല്ലേ? ഹിസ് സിംപ്ലിസിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി മേഡ് ദ ഡിഫറൻസ്. അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി, അദ്ദേഹത്തിൻ്റെ വിനയത്തെയും അദ്ദേഹത്തിൻ്റെ മനുഷ്യത്തെയും, ഹ്യൂമാനിറ്റി മേഡ് ദ ഡിഫറൻസ്. അതാണ് അദ്ദേഹത്തെ മറ്റെല്ലാവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മിസ്റ്റർ ഗുപ്ത എന്താണ്, ഹി വാസ് എന്താണ് സ്ട്രേഞ്ചർ ഫോർ ദം. അവരെ സംബന്ധിച്ച് മിസ്റ്റർ ഗുപ്ത ഒരു അപരിചിതനായിരുന്നു. പക്ഷേ മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് മാഗി ഒരു പെങ്ങളെ പോലെ കണ്ടു. മിസ്സസ് ക്ലിഫോർഡിന് അവർ എന്താണ് ഒരു സിസ്റ്റർ സ്ഥാനത്ത് കണ്ടതുകൊണ്ട് തന്നെ അവരെ സത്യസന്ധത മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് പഞ്ചാബിൽ പോയിട്ട് അവൻ്റെ കല്ലറയിൽ പോയി ആ പൂക്കൾ വെക്കുക എന്നൊക്കെ തീർച്ചയായിട്ടും ഹ്യൂമാനിറ്റി തന്നെയാണ്. ഓക്കെ അല്ലേ? മിസ് ക്ലാസ് എത്ര മണിക്കുണ്ട്? ഞാൻ അങ്ങോട്ട് തുടങ്ങിയിട്ടല്ലോ മനുഷ്യ. Okay, അടുത്ത നോക്കൂ, discuss the significance of the title The Price of Flowers. This is a repeated question. Okay, repeated question ആണ് ഈ പറയുന്ന title significance. The Price of Flowers ന്റെ title significance, this is very very important. Okay, important ആണ്, പിന്നല്ല ബിരിയാണിക്ക് ചിക്കൻ പോലെയാണ്. Okay, the title of the story The Price of Flowers is very appropriate. അപ്പം നമ്മളോട് ചോദിക്കുക എന്താണ്, നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ നമ്മൾ ആ ടൈറ്റിൽ അതിന് ആപ്റ്റ് ആണെങ്കിൽ ആപ്റ്റ് ആണെന്ന് നമ്മൾ സമർത്ഥിക്കണം. ഇപ്പം ആപ്റ്റ്
അല്ലെങ്കിൽ നമ്മൾ ആപ്റ്റ് അല്ല എന്ന് പറയണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്താണ് ആപ്റ്റ് ആണ്, എല്ലാവരും സംബന്ധിച്ചും ആപ്റ്റ് ആണ്. ഇനി നിങ്ങളെ സംബന്ധിച്ച് ആപ്റ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നോക്കൂ ഇവിടെ ദ ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഇസ് വെരി അപ്രോപ്രിയേറ്റ്. നമ്മൾ പറയുന്നത് കണ്ടോ, നമ്മൾ എന്താ പറയുന്നത്, ദ ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി ഇസ് വെരി അപ്രോപ്രിയേറ്റ്, ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ അങ്ങോട്ട് പറയാൻ. ഇനിയിപ്പോൾ എല്ലെങ്കിലും ആണെന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, ഫ്ലവേഴ്സ് എക്സ്പ്രസ് അവർ ഇമോഷൻസ് ഓഫ് വേരിയസ് സോർട്സ്. ഇവിടെ പറയുന്നത് എന്താണ്, പൂക്കൾ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസിന് എന്ത് ചെയ്യുന്നു, നമ്മളെ ഉണർത്തുന്നു, കാണിക്കുന്നു, പ്രതിഫലിപ്പിക്കുന്നു. ഓക്കെ, നോക്കൂ, ഫ്ലവേഴ്സ് എക്സ്പ്രസ് അവർ ഇമോഷൻസ് ഓഫ് വേരിയസ് സോർട്സ്. പല ടൈപ്പ് ഓഫ് ഇമോഷൻസ് പൂക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ശരിയല്ലേ കുട്ടികളെ? ഇൻ അവർ ഹാപ്പി മൊമെന്റ്സ് ദേ ബ്രിങ് us joy and on sad occasions they bring us consolation. നമുക്കറിയാം കല്യാണത്തിന് നമ്മൾ പൂക്കൾ വെക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ഫോർ ഹാപ്പിനെസ്. അതൊരു ഹാപ്പി ഒക്കേഷനാണ്. സ്റ്റേജ് നമ്മൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. റോസ് പൂവായിക്കോട്ടെ, ഏത് പൂവോ ആയിക്കോട്ടെ, ചൊറിയുന്ന പുഴുവായാലും വേണ്ടില്ല, പുഴുവല്ല പൂവായാലും വേണ്ടില്ല, എന്ത് പൂവായാലും വേണ്ടില്ല, നമ്മൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. പക്ഷേ നമ്മൾ ഡെത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, അതേ പൂക്കൾ നമ്മൾ റീത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ദാറ്റ് ഇസ് കൺസോലേഷൻ, സമാധാനിപ്പിക്കൽ. അപ്പോൾ മറ്റോടത്ത് എന്താണ്, ദാറ്റ് ഇസ് ഹാപ്പിനെസ്. അപ്പോൾ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് എന്തുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ഒക്കേഷൻ അനുസരിച്ചിട്ട് എന്തുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള അർത്ഥമുണ്ടെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഫ്ലവേഴ്സ് ഹാവ് നോ പ്രൈസ് ടാഗ്. നമുക്ക് എന്തില്ല, ആ ഒരു ഫ്ലവേഴ്സിന് നമ്മളും ആ പൂക്കളും തമ്മിലുള്ള ഇമോഷൻസ്, ആ ഒരു വികാരത്തിന്, അത് നമുക്ക് തരുന്ന വികാരത്തിന് നമുക്കൊരു വില ഇടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് പൂക്കൾ വാങ്ങാൻ പ്രൈസ് ടാഗ് വില ഇല്ല എന്ന്. ഇത് ഞാൻ ഒരിക്കലും പറഞ്ഞപ്പോൾ ഒരു കുട്ടീനോട് ചോദിക്കാം, അപ്പം മിസ്സേ പൂക്കൾ വെറുതെ കിട്ടുന്നതാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, മനുഷ്യൻ ഞാൻ ഉദ്ദേശിച്ചത് ആ പൂക്കൾ നമ്മൾക്ക് തരുന്നില്ല, നമ്മൾക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഒക്കേഷൻ ഉണ്ടാക്കുന്ന വികാരത്തിന് ഒരിക്കലും നമുക്ക് എന്താണ്, വികാരം, ഇമോഷൻസിന് നമുക്ക് എന്താണ് ഒരിക്കലും വില ഇടാൻ പറ്റൂല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സുഹൃത്തേ. ദേ എക്സ്പ്രസ് അവർ ഇമോഷണൽ അറ്റാച്ച്മെന്റ്. കണ്ടോ, ഇവർ നമ്മുടെ എന്ത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മൾ വാലന്റൈൻസ് ഡേക്ക് റോസ് പൂ കൊടുക്കാറില്ലേ? ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ കൊടുക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊടുത്തിട്ട് തല്ല് കിട്ടിയവരുണ്ടാകാം, ആക്സെപ്റ്റ് ചെയ്തവരുണ്ടാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ദോ ഞാൻ പറയുമ്പോഴേക്കും ഇവിടെ റോസ് പൂവുകൾ ഇങ്ങനെ വിതറും. നിങ്ങൾക്കൊക്കെ ഈ റോസ് പൂ മാത്രമേ അറിയുള്ളൂ. മക്കളെ, പൊന്നു മക്കളെ, വേറെയും പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, റോസ് പൂ മാത്രമല്ല. അടുത്തത് നോക്കൂ, Maggie is a central character of the story. Her brother Frank is a soldier posted in Punjab in India. Unfortunately, Frank is killed while fighting on the northwest frontier. So നമുക്കറിയാം ഫ്രാങ്ക് എങ്ങനെയാണ് മരിച്ചത്, യുദ്ധത്തിലാണ് മരിച്ചത്. ബറീഡ് ചെയ്തത് എവിടെയാണ്? ബറീഡ് മീൻസ് എന്താണ്, അവനെ എന്താണ് ശവം അടക്കിയത് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ എന്താണ്, ഫോർട്ട് മോറെ നിയർ ഡേറ ഖാസി ഖാൻ ഇൻ പഞ്ചാബിലെ, പഞ്ചാബിലാണ്. മാഗി വിഷസ് ടു പ്ലേസ് സം ഫ്ലവേഴ്സ് ഓൺ ദ ഗ്രേവ് ഓഫ് എ ഡെഡ് ബ്രദർ. അങ്ങനെ എന്താണ്, ആ ശവക്കല്ലറിൽ മാഗി എന്ത് തോന്നുന്നുണ്ട്, കുറച്ച് പൂക്കൾ എന്ത് ചെയ്യണമെന്നുണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കണമെന്നുണ്ട്. Therefore she gives Mr. Gupta a shilling of her hard earned money to buy flowers. Okay, അതിനാണ് എന്ത് ചെയ്യുന്നത്, അവൾ ആ പൂക്കൾ എന്ത് ചെയ്യുന്നത്, കഷ്ടപ്പെട്ട് അവിടെ കൊടുക്കുന്നത്. Mr. Gupta knows that Maggie is a poor girl. She cannot afford a shilling to spend on flowers. This is very important. Maggie എന്ന് പറഞ്ഞ ഹാർഡ് വർക്കിംഗ് ഗേൾ ആണ്, ഹാർഡ്ലി ഏർണിംഗ് ആണ്. അവളെ സംബന്ധിച്ചിട്ട് ഒരു ഷില്ലിംഗ് എന്ന് പറയുന്നത് ഷീ കനോട്ട് സ്പെൻഡ് ഓൺ ഫ്ലവേഴ്സ്. പൂക്കളുടെ മേലെ ആ കുട്ടിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള, ചിലവഴിക്കാനുള്ള കഴിവില്ല, കപ്പാസിറ്റി ഇല്ല. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഹി മേക്സ് എ മൈൻഡ് ടു റിട്ടേൺ ദ മണി. അതുകൊണ്ട് എന്തെയാണ് മിസ്റ്റർ ഗുപ്തയ്ക്ക് തോന്നുകയാണ്, അല്ല ഞാൻ ഈ പൈസ എന്ത് ചെയ്യാൻ തിരിച്ചു കൊടുക്കട്ടെ. ബട്ട് ഹി റിയലൈസസ് ദറ്റ് ഫ്ലവേഴ്സ് ഹാവ് ഇമോഷണൽ വാല്യൂ. അപ്പോൾ തന്നെ അയാളെ തിരുത്താണ്. എന്താണ് അയാൾ തിരുത്തുന്നത്? അങ്ങനെയല്ല, എന്തുണ്ട്, പൂക്കൾക്കൊരു ഇമോഷണൽ വാല്യൂ ഉണ്ട്, ഒരു എന്താണ്, വൈകാരികമായിട്ടുള്ളൊരു ബന്ധം മനുഷ്യനായിട്ടുണ്ട്. He also realizes that the girl will experience a great relief if flowers bought by her own money are put on her brother's grave. He therefore accepts the shilling. He lets the girl have the consolation of placing flowers at her brother's grave as a token of his sister's love for her brother. The price she paid for flowers symbolizes love, affection, sacrifice, and this beyond measure. Hence the title is just and apt. നോക്കൂ, the price she paid for flowers, അവൾ ആ കൊടുത്ത പൈസ, പൂക്കൾക്ക് വേണ്ടി കൊടുത്ത പൈസ സിംബലൈസസ് ലവ്. അതെന്തിനു സിംബലൈസ് ചെയ്യുന്നുണ്ട്? സ്നേഹം, എഫെക്ഷൻ, അടുപ്പം, സാക്രിഫൈസ്, ത്യാഗം, ആൻഡ് ദിസ് ബിയോണ്ട് മെഷർ, അത് നമുക്ക് അളക്കാൻ പറ്റാത്ത അത്ര അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ എന്താണ്? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ഇവിടെ വില മതിക്കാനാവാത്ത പൂക്കളാണ് അവൾ എന്ത് ചെയ്തത്, കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ തലക്കെട്ട് എന്താണ്? ദ ടൈറ്റിൽ ഇസ് വെരി എന്താണ്, ആപ്റ്റാണ്. അടുത്ത് നോക്കണേ നിങ്ങൾ, നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ്. ഇനി അടുത്തിട്ടുള്ള ചോദ്യം നോക്കൂ. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുള്ളത്, ഐ ഷാൽ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ഇറ്റ് യു. ഞാൻ എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും എന്താണ്, ഞാൻ പഞ്ചാബ് വിസിറ്റ് ചെയ്യും, ഞാൻ അവൻ്റെ ഫ്രാങ്കിൻ്റെ ഗ്രേവ് വിസിറ്റ് ചെയ്യും. എ ഫ്യൂ വീക്സ് ആഫ്റ്റർ ദ നെറേറ്റേഴ്സ് ഡിപ്പാർച്ചർ മാഗി റിസീവ്സ് എ ലെറ്റർ ഫ്രം ഹിം. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം മാഗിക്ക് എന്ത് കിട്ടാണ്? അവിടുന്ന് ഒരു കത്ത് കിട്ടാണ്. വാട്ട് മൈറ്റ് ബി ദ കോണ്ടന്റ് ഓഫ് ദ ലെറ്റർ? എന്തായിരിക്കും ഈ കോണ്ടന്റ്? എന്താണ് മാഗി പറയുന്നത്? ഡ്രാഫ്റ്റ് എ ലെറ്റർ അസ്യൂമിംഗ് ദാറ്റ് യു ആർ ദ നെറേറ്റർ. സോ നിങ്ങളാണ് എന്ത്
ആ നെറേറ്റർ നിങ്ങളാണ് കത്ത് എഴുതേണ്ടത്. അങ്ങനെ ഇപ്പോൾ വേറെ ആരും എഴുതിത്തല്ല, അങ്ങനെ ഇപ്പോൾ നിങ്ങൾ സൂഹിക്കേണ്ടാന്ന്, എല്ലാം ഫ്രീ ആയിട്ട് അങ്ങനെ സൂഹിക്കേണ്ട, എഴുത് കത്ത് എന്നാണ് പറയുന്നത്. നോക്കൂ നമ്മൾ. അപ്പോൾ ഇവിടെ എന്താണ്, മാഗിയും മിസ്റ്റർ ഗുപ്തയും തമ്മിലാണ്. സോ ദേ ഹാവ് എന്താണ്, ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആണ്. കമ്പനി മുതലാളി എഴുതുന്നില്ല, ഞാൻ നിങ്ങൾ ടീച്ചറും കുട്ടിയും എഴുതല്ല. എന്താണ് ആക്ച്വലി ഇറ്റ്സ് എൻ ഇൻഫോർമൽ ലെറ്റർ അല്ലേ. ഗ്രീറ്റിംഗ്സ് നമുക്കറിയാം ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, ഒരു ഇൻട്രോ പാരഗ്രാഫിൽ ഗ്രീറ്റിംഗ്സ് എഴുതണം. ഒരു ചെറിയൊരു സുഖവിവരം, ഒരുപാട് സുഖവിവരം അന്വേഷിക്കേണ്ട, അതെന്ത് ചെയ്യും, അടി വാങ്ങിത്തരും. ചെറിയൊരു സുഖ അന്വേഷണം. നെറേഷൻ അബൌട്ട് ഹിസ് വിസിറ്റ്, അദ്ദേഹത്തിൻ്റെ വിസിറ്റിങ്ങിനെ കുറിച്ചുള്ള നെറേഷൻ. താങ്കൾ പഞ്ചാബിൽ പോയോ, എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ, പഞ്ചാബിലെ വിശേഷങ്ങൾ എന്നാൽ പഞ്ചാബിൽ എന്ത് കണ്ടു, ഫ്രാങ്കിൻ്റെ കല്ലറ കണ്ടു, ദാറ്റ് കൈൻഡ് ഓഫ് നെറേഷൻ. ഹിസ് ഫോളോ അപ്പ് ഓൺ വാട്ട് മാഗി ആസ്ക്ഡ് ഹിം ഫോർ, മാഗി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തോ ഇല്ലയോ. ഫ്രാങ്ക്സ് മെമ്മറീസ് ഓൺ ഹിം, ഫ്രാങ്കിൻ്റെ കൂട്ടുകാരുടെ ഓർമ്മകൾ, ഫ്രാങ്കിനെ കുറിച്ചുള്ള അത് നെറേറ്റ് ചെയ്യാം. കൺക്ലൂഷനാണ് തേർഡ് പാരഗ്രാഫിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു മാഗി, നിനക്ക് വേണ്ടി എന്താണ് സന്തോഷമായിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, കത്ത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഒഴിവാക്കാം എന്നല്ല, കത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ലേ മീ ആഫ്റ്റർ +2 വാച്ചിങ് വിത്ത് കൂൾ മൈൻഡ്. എന്താ ചെയ്യുക, ഇത്രയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് കണ്ടാൽ +2 കഴിഞ്ഞാൽ പോലും കുട്ടിയെ നോക്കി ഇരുന്ന് പോകും. അതിൽ വലിയ അതിശയമൊന്നുമില്ല കേട്ടോ. നൈസ് ബോയ്, ഓക്കെ ലേ മോൻ, ഗുഡ് ബോയ്, ഓക്കെ അല്ലേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യുക, കുട്ടീനെ പറഞ്ഞിട്ട് ഇത്രയും ഇങ്ങനെ ചില്ലയുടെ ക്ലാസ് എടുക്കല്ലേ ഇവിടെ. അപ്പോൾ ആരെങ്കിലും നോക്കി ഇന്ന് പോകും. ഓക്കെ, വെരി ഗുഡ്. നാപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കമാണല്ലോ, നീ ഉറങ്ങിക്കൊണ്ടാണോ ക്ലാസ് കാണുന്നത് റബേ. ഓക്കെ, നോക്കൂ. അടുത്ത് നമുക്ക് ഇതേപോലെ ഒരു ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ പല ടൈപ്പ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതായത് മിസ്റ്റർ ഗുപ്ത ഇവിടെ നിന്ന് പോയതിന് ശേഷം മിസ്റ്റർ ഗുപ്ത എഴുതുന്ന കത്തായിട്ടും മിസ്റ്റർ ഗുപ്തയ്ക്ക് മാഗി എഴുതുന്ന കത്തായിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചോദിക്കുക, ദിസ് ഇസ് ഓൾസോ എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. മാഗി റൈറ്റ്സ് എ ലെറ്റർ ടു മിസ്റ്റർ ഗുപ്ത അപ്രീഷിയേറ്റിംഗ് ഹിം ഫോർ ഹിസ് ലവ് ആൻഡ് കെയർ. മാഗി എന്ത് ചെയ്യാണ്, മിസ്റ്റർ ഗുപ്തയെ അപ്രീഷിയേറ്റ് ചെയ്യണം. അദ്ദേഹം കൊടുത്ത സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന് കെയർ ചെയ്തതും ഇതെല്ലാം വെച്ച് എന്താണ്, ഷീസ് അപ്രീഷിയേറ്റിംഗ് ഹിം. പ്രിപ്പയർ എ ലെറ്റർ. ഇവിടെ നമ്മളോട് എന്താ പറയുന്നത്, ലെറ്റർ എഴുതാൻ തന്നെയാണ് പറയുന്നത്. ശ്രദ്ധിക്കാം, നോക്കൂ. ഇവിടെയും ഇൻഫോർമൽ ലെറ്റർ തന്നെയാണ്. നമുക്കറിയാം, ആദ്യം നമ്മൾ ഫ്രം അഡ്രസ്സ് എഴുതണം, ഡേറ്റ്, ടൈം, ഡേറ്റ്, മന്ത്, ഇയർ. ഈ ഡേറ്റ് നമുക്കറിയാം, നമ്മൾ ഈ ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുക അല്ലെ എഴുതുക. ഇപ്പം നോക്കിയാൽ നിങ്ങൾ, ഇഫ് ഇറ്റ് ഇസ് മെയ്, നമ്മൾ മെയ് എന്നുള്ളത് ഇങ്ങനെ തന്നെ എഴുതണം. വി ഷുഡ് നോട്ട് റൈറ്റ് എന്താണ് 05, ദാറ്റ് ഇസ് റോങ്. സോ 1990. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ എഴുതണം. നോക്കൂ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ടു അഡ്രസ്സാണ്, പിന്നെ സാലുട്ടേഷൻ ആണ്, ഡിയർ മിസ്റ്റർ ഗുപ്ത. നമ്മളെ ചോദ്യത്തിൽ എന്താണ്, മാഗി ഇസ് റൈറ്റിംഗ് ദ ലെറ്റർ, മാഗിയാണ് കത്തെഴുതുന്നത്. ഹോപ്പ് യു ആർ ഫൈൻ, ഹൗ ഈസ് യുവർ ന്യൂ ജോബ്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഹൗ ഈസ് യുവർ ന്യൂ ജോബ്, താങ്കളുടെ പുതിയ ജോലി എങ്ങനെയുണ്ട്. ഹോപ്പ് യു ഹാവ് വിസിറ്റഡ് മൈ ബ്രദേഴ്സ് ഗ്രേവ്, ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് ദോസ് സ്വീറ്റ് മെമ്മറീസ് ഐ ഹാഡ് വിത്ത് യു. ഐ റിയലി അപ്രീഷിയേറ്റ് യു ഫോർ യുവർ ഗുഡ് ഡീഡ്സ്. നോക്കൂ മക്കളെ, നോക്കൂ. ഐ എം ഹാപ്പി ദാറ്റ് പീപ്പിൾ ലൈക്ക് യു ഇൻ ദിസ് വേൾഡ്. തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള നല്ല മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നത് ആലോചിക്കുമ്പോൾ എന്താണ്, ഇറ്റ് മേക്സ് us ഹാപ്പി. അത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. യുവർ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് റിഫ്രഷ് അവർ ലൈഫ്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്, നിങ്ങൾ ഞങ്ങളെ കെയർ ചെയ്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിനൊരു പുതിയൊരു ജീവൻ, ഉണർവ് തന്നെ തന്നിട്ടുണ്ട്. മൈ മദർ ഓൾവേസ് ടോക്സ് അബൌട്ട് യു. എപ്പോഴും അമ്മ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇഫ് യു വിസിറ്റ് ലണ്ടൻ അഗെയിൻ വി വിൽ അറേഞ്ച് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ഇൻ അവർ ഹൗസ്. ഓക്കെ, ഇഫ് യു വിസിറ്റ് ലണ്ടൻ അഗെയിൻ, നമ്മുടെ കാണാൻ ആരെങ്കിലും പറയുന്നത് ഇന്ന് ഈ ലണ്ടനിൽ പോകാൻ ഞാൻ ഫുഡും അക്കോമഡേഷൻ തന്നാൽ ഇന്നലെ എന്തെങ്കിലും പോകാൻ തോന്നും. പക്ഷേ മിസ്റ്റർ ഗുപ്ത അഭിമാനി ആയതുകൊണ്ട് അദ്ദേഹം പോകുന്നില്ല. എനിവേ, ഇഫ് യു വിസിറ്റ് ലണ്ടൻ അഗെയിൻ വി വിൽ അറേഞ്ച് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ഇൻ അവർ ഹൗസിൽ, ഞങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണവും താമസവും ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യും. ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു സം ഡേ. തീർച്ചയായിട്ടും നിങ്ങളെ എത്രയും പെട്ടെന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. ലവിംഗ്ലി മാഗി എന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് പഠിച്ചു വെക്കട്ടോ ബൈ ഹാർട്ടായിട്ട്. ഓക്കെ അല്ലേ. അപ്പോൾ 2 ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ഡിസ്കസ് ചെയ്തു, നമ്മൾ 2 ലെറ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കിയ അടുത്തത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫെയ്ത്ത് ഇൻ ദ സ്റ്റോറി. ഇനി ഇതിനു മുൻപ് നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫെയ്ത്ത്, എന്താണ് വിശ്വാസം എന്ന് പറയുന്ന വാക്കിന്, ആ പദത്തിന് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന കഥയിൽ ഉള്ള പ്രാധാന്യം, അതല്ലെങ്കിൽ അതിൻ്റെ റോൾ എന്താണ്. ശരിയാണോ മക്കളെ, ശരിയാണോ?
ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ അതിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ചോദ്യം ഇവിടെ ഉണ്ട്. മാഗി ആൻഡ് ഹർ ബ്രദർ മദർ ആർ സബ്ജക്റ്റഡ് ടു സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. മിസ്റ്റർ ഗുപ്ത കൺവിൻസസ് മാഗി ഓഫ് ദിസ് ഹോളോ ബിലീഫ്സ് ത്രൂ ഹിസ് ആക്ഷൻ. അറ്റംപ്റ്റ് ഇൻ എ പാരഗ്രാഫ് ദ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് ദാറ്റ് മാഗി ആൻഡ് ഹർ മദർ ഹോൾഡ് ഫാസ്റ്റ് ഓൺ ടു. അപ്പോൾ ഇവിടെ രണ്ടിലും എന്താണ്, ഒന്ന് വിശ്വാസമാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിച്ചത് എന്താണ്, അന്ധവിശ്വാസമാണ്. അപ്പം നമുക്കറിയാം ദി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ ആ ക്രിസ്റ്റൽ റിങ്ങിന്റെ എക്സാമ്പിൾ പറയുന്ന സമയത്ത് അവിടെ അവരുടെ വിശ്വാസവും സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് എന്താണ്, ദേ ബോത്ത് ആക്ട് ടുഗെദർ. രണ്ടും എന്താണ്, ഒരുമിച്ചാണ് ശരിക്കും ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് അവരെന്ത് ചെയ്യാണ്, ആ ഒരു ക്രിസ്റ്റൽ റിങ്ങിന്റെ മേലെ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. പക്ഷേ മിസ്റ്റർ ഗുപ്തയ്ക്കാണ് ക്രിസ്റ്റൽ റിങ്ങിന്റെ മേലെ വിശ്വസിക്കുന്നത്, ദാറ്റ് ഇസ് സൂപ്പർസ്റ്റിഷ്യസ്. അപ്പോൾ ഇത് രണ്ടും 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 5 മാർക്കാണ്. 5 രൂപയ്ക്ക് എന്ത് കിട്ടും, 5 രൂപയ്ക്ക് മഞ്ച് കിട്ടും. ഓക്കെ, സോ നോക്കൂ ഇവിടെ നോക്കണേ അടുത്തത്. ഫെയ്ത്ത് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ സ്റ്റോറി. അപ്പം നമ്മൾ അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ എന്ത് ചെയ്യാണ്, നമ്മൾ സമ്മർദ്ദിച്ചിട്ട് യെസ് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഫെയ്ത്ത് പ്ലേസ് എന്താ പറയുന്നത്, ഫെയ്ത്ത് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ സ്റ്റോറി. ഈ ഒരു കഥയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫെയ്ത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും ഫെയ്ത്തിന് റോളുണ്ട്. ദ ഇവൻറ്റ് ദാറ്റ് ഡിഫൈൻസ് ദ സ്റ്റോറി ഇസ് എ നറേറ്റർ, എ ഹിന്റ് ടു ആൻ ഇന്ത്യൻ laying to a very sick woman that he divines her son to be alive and well by looking into a crystal ring that supposedly holy man from India had given, proves something very profound. Faith is the greatest healer. അതായത് നമുക്കറിയാം മിസ്സസ് ക്ലിഫോർഡ് വെയ്യാണ്ട് കിടക്കുന്ന സമയത്ത് എന്താണ്, ഷി വാസ് എ ബ്രിട്ടീഷ്, ഷി വാസ് എ വൈറ്റ് പേഴ്സൺ, അവർ ലണ്ടൻ നേറ്റീവ് ആണ്. പക്ഷേ മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്നത് എന്താണ്, അവരിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ഇന്ത്യക്കാരാണ്. ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഒരു ഹിന്ദു പേഴ്സൺ ആണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന സൂപ്പർസ്റ്റിഷ്യസിലൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു നിർബന്ധിത സാഹചര്യം വന്ന സമയത്ത് മിസ്സസ് ക്ലിഫോർഡിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നു, ഇന്ത്യയിലെ ഏതോ ഒരു റിലീജിയസ് ലീഡർ അല്ലേ, ഒരു റിലീജിയസ് ലീഡർ കൊടുത്തിട്ടുള്ള ആ ക്രിസ്റ്റൽ റിങ് നോക്കിയിട്ട് എന്ത് പറയേണ്ടി വന്നു, ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയേണ്ടി വന്നു. ആ ഒരു ഇൻസിഡന്റ് ആണ് നിങ്ങൾ ഫെയ്ത്തിനെ കുറിച്ചും സൂപ്പർസ്റ്റിഷ്യസിനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ ദ ചാപ്റ്റർ ചോദിച്ചാലും നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. ക്രിസ്റ്റൽ റിങ് വിട്ട് നിങ്ങൾ കളിക്കേ ചെയ്യരുത്. ഓക്കെ, സൂപ്പർ ഗ്ലൂമിൽ ഒട്ടിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ പല്ലുമലൊട്ടിയില്ലേ, പണ്ട് നമ്മൾ കഴിക്കുന്ന പല്ലുമലൊട്ടി പിടിക്കുന്ന ആ പല്ലുമലൊട്ടി കടിച്ചു പിടിച്ചതുപോലെ, അല്ലെങ്കിൽ പല്ലുമലൊട്ടി വായിലിട്ടതുപോലെ സൂപ്പർസ്റ്റിഷ്യസ് ക്രിസ്റ്റൽ റിങ്ങും നിങ്ങളുടെ മൈൻഡിൽ എന്ത് വേണം, നിങ്ങളുടെ പല്ലിലല്ല നിങ്ങളുടെ മൈൻഡിൽ എന്ത് വേണം, ഈ പാഠം പഠിക്കുമ്പോൾ വേണം. മനസ്സിലായോ? Is it clear or not? Is it clear? Is it clear? Guys, is it clear? Yes. Okay അല്ലേ? യെസ്, നോക്കാം. നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ. ഇനി ഇതിന് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ കൺവെർസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, സംഭാഷണമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചത്? ഇനി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിയേ നിങ്ങൾ. ദ നറേറ്റർ ഇൻ ദ സ്റ്റോറി, ദ നറേറ്റർ ഇൻ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് റിട്ടേൺ ടു ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. മിസ്റ്റർ ഗുപ്തയാണ് നറേറ്റർ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മിസ്റ്റർ ഗുപ്ത അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഇതെന്താണത്, എവറി ഇയർ ഹി ഗോസ് ടു ഫ്രാങ്ക്സ് ഗ്രേറ്റ് പ്ലേസ് റിത്ത് ഓഫ് ഫ്ലവേഴ്സ്. എല്ലാ വർഷവും അദ്ദേഹം എന്ത് ചെയ്യും, ഫ്രാങ്കിന്റെ ഗ്രേവിൽ പോയിട്ട് എന്ത് വെക്കും, അദ്ദേഹം അവിടെ പോയിട്ട് പൂക്കൾ വെക്കും. ഓൺ വൺ സച്ച് വിസിറ്റ് ഹി ഹാപ്പൻ ടു സീ ടു മാഗി ദ. അങ്ങനെ ഒരു പ്രാവശ്യം ഇദ്ദേഹം എന്താണ് വീണ്ടും പോയിട്ട് എന്താ പറയുക, ഫ്ലവേഴ്സ് വെക്കാൻ പോവാണ്. ഓക്കെ, ആ ഫ്ലവേഴ്സ് വെക്കാൻ പോകുന്ന സമയത്ത് സസ്പെൻസ് ആയിട്ട്, ത്രിൽഡ് ആയിട്ട്, സർപ്രൈസ്ഡ് ആയിട്ട് ആരും നിൽക്കുന്നു, അവിടെ ദേ നിൽക്കുന്നു നമ്മുടെ മാഗി. ഓക്കെ, നെക്സ്റ്റ് വൺ. ബോത്ത് ഓഫ് ദം ആർ വെരി മച്ച് എക്സൈറ്റഡ് അറ്റ് ദ മീറ്റ്. രണ്ടുപേരും വളരെ സന്തോഷമായി, എക്സൈറ്റഡ് ആയി, ഹാപ്പി ടു മീറ്റ് ഈച്ച് അതർ. രണ്ടുപേരും കണ്ടതിൽ എന്താണ്, വളരെ സന്തോഷം. പ്രിപ്പയർ ദ ലൈക്ലി കൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള കൺവെർസേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. 5 മാർക്കാണ്. 5-ന് എന്ത് കിട്ടും, 5-ന് മഞ്ച് കിട്ടും. അപ്പോൾ നോക്കിയേ നിങ്ങൾ, നമ്മൾ എങ്ങനെയാണ് ഒരു കൺവെർസേഷൻ എഴുതാം. പലപ്പോഴും കുട്ടികൾ കൺവെർസേഷൻ എന്ന് പറയുന്ന സമയത്ത് ദേ ഡോണ്ട് നോ ആക്ച്വലി വാട്ട് ഇസ് എ ഫോർമാറ്റ്. ഒരു സംഭാഷണം തുടങ്ങുമ്പോൾ അതിൽ നമ്മളൊരു ഗ്രീറ്റിങ്ങോട് കൂടി, അല്ലെങ്കിൽ ഒരു ഹായ് ഹൗ ആർ യു, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, ഇതൊക്കെ വെച്ച് തുടങ്ങണം എന്നുള്ളത് പലപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കുക. അവർ ജസ്റ്റ് എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി ദേ ഗോയിങ് ടു ദ ടോപ്പിക്. അവരെന്ത് ചെയ്യും, ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യും, അങ്ങ് പൊയ്ക്കാളും പെട്ടെന്ന് തന്നെ. ഡോണ്ട് ഡു ദാറ്റ്, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അത് ചെയ്യാതിരിക്കും കുട്ടികളെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
അടുത്തത് ഗ്രീറ്റിംഗ്സ് ആണ്. ഇപ്പം നമ്മൾ കണ്ടില്ലേ ക്യാമറ ഓടായ പടം എന്ത് പറയുന്നു? വെൽക്കം ബാക്ക് മൈ ഡിയേഴ്സ്. കുട്ടികളെ, മക്കളെ, ലൈക്ക് ഗ്രീറ്റിംഗ് വി ഷുഡ് ഹാവ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കാം, എക്സാമിന് നിങ്ങളോട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഒരു കൺവെർസേഷൻ ആയിക്കോട്ടെ, യു ഷുഡ് ബിഗിൻ വിത്ത് എ ഗുഡ് ഗ്രീറ്റിംഗ്. ഓക്കെ, വളരെ നല്ലൊരു ഗ്രീറ്റിങ്ങോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? തുടങ്ങണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് എ ഫോർമാറ്റ് ഓഫ് യുവർ ആൻസർ. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഫോർമാറ്റാണ്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറഞ്ഞതല്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ട്രാവൽ ടു ഇന്ത്യ. അപ്പോൾ ഓഫ് കോഴ്സ് മിസ്റ്റർ ഗുപ്ത സർപ്രൈസ് ടു സീ മാഗിയാണ്. അങ്ങനെ എന്താണ് മാഗി, എന്താണ് ഇന്ത്യയിലേക്ക് വരാനുണ്ടായ റീസൺ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ള കാര്യം നമുക്ക് എഴുതാം. അല്ലാണ്ട് അപ്പുറം തന്നെ ചോദിക്കരുത് ഹൗ ഇസ് അമ്മ, അതൊന്നല്ല ചോദിക്കേണ്ടത്. സഡൻലി ഇന്ത്യയിലേക്ക് എങ്ങനെ എത്തി, അതായിരിക്കണം നിങ്ങളുടെ എന്ത് ഗ്രീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള സംഭാഷണം. കാരണം ടോപ്പിക് അതാണ്. മാഗി ഇപ്പം നിൽക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ മാഗി ഇപ്പോൾ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്ത് റിലേറ്റ് ചെയ്ത് സംസാരിക്കുക. അടുത്തത് എക്സ്പീരിയൻസ് ആഫ്റ്റർ കമ്മിങ് ടു ഇന്ത്യ. അവൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ഇസ് എ കൺട്രി ഓഫ് ടൈഗേഴ്സ്, ഇറ്റ്സ് എ കൺട്രി ഓഫ് ഫീവേഴ്സ്. എന്താണ്? ഇറ്റ്സ് എ കൺട്രി ഫുൾ ഓഫ് അസുഖംസ്. അല്ലേ? ഒരുപാട് അസുഖങ്ങളുള്ള രാജ്യമാണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നൗ Mr. Gupta can ask, Maggie, after coming to India, what do you feel? എന്താണ്? Is it a country of tigers? ഇതൊരു കടുവകൾ മാത്രമുള്ള രാജ്യമാണോ എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള റെലവൻറ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചോദിക്കാം. അടുത്തത് നോക്കിയേ, കീപ്പിംഗ് ഫ്ലവേഴ്സ് ഓൺ ദ ഗ്രേവ് ബൈ ഹെർസെൽഫ്. അതേപോലെ അവൾ ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് അവൻ്റെ ഗ്രേവിൽ എന്ത് വെക്കുക? ആ ഒരു പൂക്കൾ വെക്കുന്നത്. അപ്പോൾ എന്താണ്? മിസ്റ്റർ ഗുപ്തയ്ക്ക് എന്ത് ചെയ്യാം? നേരിട്ട് കാണാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കാം, ആ ഒരു ഹാപ്പിനെസ്സിനെ കുറിച്ച് ചോദിക്കാം, അവളുടെ ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ചോദിക്കാം. ഇതൊക്കെ അവിടെ നിന്ന് അദ്ദേഹത്തിന് ചോദിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് ടു മിസ്റ്റർ ഗുപ്ത. മിസ്റ്റർ ഗുപ്ത മാത്രം സംസാരിച്ചാൽ പോരാ, നമ്മളെ മാഗി എന്ത് പറയണം? ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഓക്കെ, she has to say her gratitude. She has to show her gratitude towards Mr. Gupta. മിസ്റ്റർ ഗുപ്തയോടുള്ള നന്ദി കാണിക്കണം മാഗി. നന്ദി കാണിക്കണ്ടേ നമ്മൾ? ഓക്കെ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഈ കൺവേഴ്സേഷൻ ചോദിച്ചാൽ എഴുതിയിരിക്കണം. ഓക്കെ, അതല്ലാതെ ലണ്ടനിൽ നിന്ന് വന്നതും ജോലി ചെയ്തതും ടൈപ്പിസ്റ്റ് ആയിട്ടുള്ള ജോലി കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഇവിടെ എഴുതി വെക്കരുത്. അങ്ങനെ പല ആൻസർ ഷീറ്റുകളിലും പല ഉത്തരങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കുന്നതും, കേക്ക് ഇപ്പം ഉണ്ടാക്കാറുണ്ടോ, കേക്ക് വിൽക്കുന്നുണ്ടോ, കേക്ക് തിന്നുന്നുണ്ടോ, കേക്ക് ഉണ്ടാക്കുന്നുണ്ടോ, കേക്ക് പൂത്തിട്ടുണ്ടോ എന്നൊന്നും എന്ത് ചെയ്യരുത്, ഇപ്പം ചോദിക്കരുത്. അതിനൊന്നും എന്തില്ല, ഈ ചോദ്യത്തിൽ ഇമ്പോർട്ടൻസ് ഇല്ല. ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? നൗ ഷീ ഈസ് ഇൻ ഇന്ത്യ. അവൾ ഇപ്പോൾ ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിലുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യുക? ചോദിക്കാം. ഓക്കെ, ശരിയല്ലേ? ക്ലിയർ ആണോ? മക്കളെ സെറ്റ് അല്ലേ? ഈസ് ഇറ്റ് ക്ലിയർ? ശരിയല്ലേ? ഓക്കെ, ഓക്കെ. സോ ഇത്രയാണ് എന്ത് നമുക്ക് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുള്ളത് എന്ത് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ചോദ്യങ്ങളാണ് ഇതിന് മുൻപ് എന്ത് ചെയ്തത്? പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന പാഠത്തിൽ ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഈ പാഠത്തിന് ചോദിക്കാനുള്ളൂ. ഇത് നമുക്ക് വലിയൊരു എസ്സേയോ അല്ലെങ്കിൽ നമുക്കൊരു സ്പീച്ചോ അല്ലെങ്കിൽ നമുക്കൊരു റൈറ്റപ്പോ കാര്യങ്ങളോ എന്തില്ല, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ളത് ചോദിക്കാനില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് എന്താണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ദ ചാപ്റ്റർ ദ മെയിൻ പോയിന്റ്സ് ദാറ്റ് വി ഡിസ്കസ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കോഴ്സസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഫോർമാറ്റ്, ഡിസ്കോഴ്സസ് അതിൻ്റെ ഫോർമാറ്റും ഹൗ ടു റൈറ്റ് എന്നുള്ളതൊക്കെ എന്താണ് നമ്മളിവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് അവർ ക്ലാസ്. നിങ്ങളെല്ലാവരും നമ്മുടെ ക്ലാസ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുകയാണ് മിസ്. ഓക്കെ, ഡിഡ് യു ഓൾ എൻജോയ് അവർ ഇംഗ്ലീഷ് ക്ലാസ്? നിങ്ങൾ എൻജോയ് ചെയ്തു? അതൊന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും. നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചോ? അത് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. നിങ്ങളുടെ ലൈവ് കഴിഞ്ഞു, ഇനി ഇത് ശരിയാക്കിയിട്ട് വേണം എനിക്കിന്ന് വീട്ടിൽ പോകാൻ അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഡിഡ് യു ഓൾ എൻജോയ് അവർ ക്ലാസ്? നിങ്ങൾ എൻജോയ് ചെയ്തു നമ്മുടെ ക്ലാസ്? ചെയ്തോ?
യെസ്. അപ്പോൾ ലൈവിന് ഇപ്പോഴെന്താ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ലൈവ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല എന്താണ് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അങ്ങനെ ഞാനും അതെന്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് വായിച്ച് ഞാനും സന്തോഷിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് പഠിക്കുക. നമ്മളിന്ന് ഒരുപാട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൻ്റെ 2 ചെയ്തു, ലെറ്റർ 2 ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കൺവെർസേഷനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ഒരുപാട് നമ്മൾ ആക്ടിവിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് ഡിസ്കസ് ചെയ്തു, പഠിച്ചിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, അതിൽ കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. സോ കീപ്പ് ഇൻ ടച്ച്. എല്ലാവരും എന്താണ് എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കുക. ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അത് പറഞ്ഞ് ഞാൻ ഈ വഴിക്ക് പോകുന്നില്ല, അടുത്ത ചാപ്റ്റർ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എന്ത് ചെയ്യുക, ടിൽ ദാറ്റ് യു ഓൾ ടേക്ക് കെയർ. പ്ലീസ് പുട്ട് യുവർ വാല്യുബിൾ comments in the comment box. Okay, thank you so much.